അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 7ാമത്തെ രാവിലാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. നാളെ 7ാമത്തെ പകലാണ്. അൽഹംദുലില്ലാ, അതിപ്രധാനപ്പെട്ട മുഹറം 9, 10 രാത്രങ്ങൾ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ മുഹറം ഈ ഒരു 7ാം രാവിലും അതുപോലെ നാളത്തെ പകലിലുമൊക്കെ നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കേണ്ട, ചൊല്ലിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അദ്കാറുകൾ, ചില തസ്ബീഹാത്തുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ചില അത്ഭുത മന്ത്രങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ തരുമെന്ന് നമുക്ക് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ്റെ തുമ്പിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകിയ അതിപ്രധാനപ്പെട്ട വൈശിഷ്ട്യമായ ചില ദിക്റുകളാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്നത്. അത് പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ദുആരക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ ഉസ്താദ് ഞങ്ങളൊരു കല്യാണം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു പെരതാമസമുണ്ട്, അതിപ്പോൾ മുഹറം മാസമായതുകൊണ്ട്, മുഹറം ആദ്യത്തെ 10 ആയതുകൊണ്ട് അത് മാറ്റേണ്ടതുണ്ടോ, അത് മോശമാകോ നെഹ്സാവോ എന്നൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും സാന്ദർഭികമായി ഒന്ന് പറയട്ടെ, നാളെ ഞായറാഴ്ച പല സ്ഥലത്തും കല്യാണം ഉണ്ടാകും. അപ്പോൾ കല്യാണം ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതൊരു എന്താ പറയുക, ദുശകുനമാണ്, അങ്ങനെയൊന്നുമില്ല. മുഹറം 9നും 10നും നമ്മൾ പരമാവധി പരിപാടികൾ വെക്കാതിരിക്കുക നല്ലത്. കാരണം എന്താ, അന്ന് എല്ലാവരും നോമ്പ് പിടിക്കുന്ന സമയമാണ്. പിന്നെ നാളെ മുഹറം 7ാമത്തെ പകലായതുകൊണ്ട് നമുക്ക് എന്താണ്, ചില ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകൾക്ക് നോമ്പ് ഉണ്ടാവില്ല, ചില ആളുകൾ നോമ്പ് പിടിക്കുന്നവരുണ്ടാവാം. അപ്പോൾ പിടിക്കുന്നവർ പിടിക്കട്ടെ, പിടിക്കാത്തവർ പിടിക്കണ്ട. അപ്പോൾ ഏതായാലും നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് കല്യാണം വെക്കുന്നത് കൊണ്ടോ പെരതാമസം വെക്കുന്നതുകൊണ്ടോ ഒരു കുഴപ്പമില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ നിക്റിൻ്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകൾക്കും വലിയ പുണ്യമാണ്. ഓരോന്നിനും വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അതിൽ വളരെ പവർഫുള്ളാണ് എന്ന് പറയപ്പെട്ട വിശുദ്ധമായ ഖുർആനിലെ ബിസ്മി ഇല്ലാത്ത സൂറത്ത് തൗബ. ആ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് വളരെയധികം അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവാൻ കാരണം ആ ആയത്തുകളിൽ പറയുന്ന 2 ആയത്താണ്. ആ 2 ആയത്തിലും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. അപ്പം നബിതങ്ങളെ പറ്റി പറയുന്ന 2 ആയത്ത്, അത് അള്ളാഹുവിൻ്റെ റസൂലിനും ഇഷ്ടമാണ്, അത് അള്ളാഹ്ക്കും ഇഷ്ടമാണ്. അള്ളാഹ്ക്കും അള്ളാഹുവിൻ്റെ റസൂലിനും ഇഷ്ടമായതുകൊണ്ട് മലക്കുകൾ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ആയത്താണ്. അത് ഓതുന്നവരെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്നാണ്. ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ, അതുപോലെ തന്നെ പിണക്കങ്ങൾ മാറാൻ, നമ്മുടെ പ്രതിസന്ധികൾ മാറാൻ, അതുപോലെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, അതുപോലെ ഈമാൻ കിട്ടി മരിക്കും, എല്ലാത്തിനും പറ്റിയ ഒരു ആയത്തുകളാണ് ആ 2 ആയത്തുകൾ. നമുക്കൊന്ന് ഓതിയാലോ? നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഇത് ഓതുന്നത് വെറുതെ കേട്ടിരുന്നാൽ മതി, നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂലി കിട്ടും. മനസ്സിൽ നിങ്ങൾക്ക് ഓതാം. ഇത് ഓതുന്ന സമയത്ത് ബിസ്മി ഓതേണ്ട ആവശ്യമില്ല. കാരണം ബിസ്മി ഇല്ലാത്ത സൂറത്താണ് സൂറത്ത് തൗബ, അതുകൊണ്ട് ബിസ്മി ഓതേണ്ട കാര്യം ഇല്ല. അഊദു ഓതിയിട്ട് നമുക്ക് നേരെ ആയത്തിലേക്ക് പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും بالمؤمنين حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم أعوذ بالله من
minasyaitonir rajim. Laqad ja'akum rasulun min anfusikum azizun 'alayhi ma 'anittum harisun 'alaykum bil mu'minina raufur rahim. Fa in tawallaw faqul hasbiyallahu la ilaha illa hu alayhi tawakkaltu wa huwa rabbul arshil azim. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ദിക്ർ മുഹറം മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. മുഹറം മാസത്തിലെ ഒരുപാട് നന്മകൾ ചെയ്താൽ ഒരുപാട് പ്രതിഫലമുണ്ട്. അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് നമ്മൾ രാവിലത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുഹറം മാസത്തിലെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു ദിക്ർ, അത് ദിക്റാണ് അള്ളാഹുവിൻ്റെ ഇസ്മുമാണ്. അള്ളാഹ്ക്ക് 99 ഇസ്മുകളുണ്ടല്ലോ. ഇതൊരു ഇസ്മുമാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ദുആയാണ്, ഇതെല്ലാമാണ്. എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരുപാട് പുണ്യമുള്ള ഒരു ദുആയും കൂടിയാണിത്. മഹത്തുക്കളായ ഔലിയാക്കന്മാർ നിത്യമായി പറഞ്ഞിരുന്ന ഒരു ശ്രേഷ്ഠമായ ദിക്റാണ്, ഒരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുഹറം മാസത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ദിക്റാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. يا حي يا قيوم برحمتك أستغيث 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 يا حي يا قيوم برحمتك أستغيث. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്വലാത്താണ്, അതിപ്രധാനപ്പെട്ട ഒരു സ്വലാത്ത്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 6 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ അത്ഭുത നേട്ടം കിട്ടുന്ന സ്വലാത്ത്, അദദ് സ്വലാത്ത്. അതായത് എണ്ണത്തിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ അറിവിലുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച്. അപ്പോൾ 6 ലക്ഷമൊന്നുമല്ല, കോടി പ്രതിഫലങ്ങളാണ് അള്ളാഹു തആല തരുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നമ്മൾ പറയുന്നു. അള്ളാഹുവേ, നിൻ്റെ അറിവിലുള്ള എല്ലാ കാര്യത്തിൻ്റെയും എണ്ണത്തിനനുസരിച്ച് നബി തങ്ങൾക്ക് ഗുണവും രക്ഷയും കൊടുക്കണേന്ന്. അള്ളാഹ്ക്ക് അറിയാത്ത എന്ത് കാര്യമുള്ള? അപ്പോൾ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെയും എണ്ണം അതൊന്നും നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ അറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് നബി തങ്ങൾക്ക് ഗുണവും രക്ഷയും കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم
صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചത് ഇതുപോലെ ഒരു മുഹറം മാസത്തിന്റെ 10ാമത്തെ ദിനമാണെന്ന് നമുക്ക് കിതാബിൽ കാണാം. മഹാനവറുകളുടെ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കാൻ കാരണമായ ഒരു ദുആയുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ്, അതൊരു ദുആയാണ്. നമുക്ക് ഏത് സമയത്തും പറയാം. ഇതൊരു ആയത്താണെങ്കിൽ പോലും നമുക്ക് നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കൊക്കെ ഇതൊരു ദിക്റാണെന്ന നിലയിൽ മനസ്സിൽ കരുതിയിട്ട് പറയാം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാൻ, മുഹറം മാസമൊക്കെ നമുക്ക് എല്ലാവിധ ഖൈറിലും സന്തോഷത്തിലും ആവാനൊക്കെ ഒരു ദുആ നമുക്ക് മതിയാകും. എല്ലാവരും ഒന്നിച്ചു പറയും. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا
وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഏത് സമയത്തും നമ്മൾ പറയേണ്ടത്, അത് മുഹറം മാസത്തിലാവട്ടെ അതല്ലാത്ത മാസത്തിലാവട്ടെ, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മറക്കാതെ പറയേണ്ടത് ഇസ്തിഗ്ഫാറാണ്, അല്ലേ? ഇസ്തിഗ്ഫാർ പറയാതെ ഒരു അമലും അല്ലാഹു തആലയിലേക്ക് ഉയർത്തപ്പെട്ടാൽ അതൊക്കെ അസ്വദായിട്ട് കറുത്ത രൂപത്തിലായിരിക്കും ഉയർത്തപ്പെടുക. നമ്മൾ നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തിന് ശേഷം നമ്മൾ ഇസ്തിഗ്ഫാർ പറയും. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ ആ നിസ്കാരം എന്നുള്ള നന്മ വെളുത്ത രൂപത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടും. സ്വതക്ക കൊടുക്കുമ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതിക്കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ. അപ്പോൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഇസ്തിഗ്ഫാർ പറയണമെന്നാണ്. അപ്പോൾ എന്താ ഗുണം? അള്ളാഹുലേക്ക് വേഗത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവാനും ഇസ്തിഗ്ഫാർ കാരണമാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം إنه هو الغفور الرحيم أستغفر الله العظيم 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 إنه هو الغفور الرحيم. ഇനി നമ്മൾ പറയുന്നൊരു തസ്ബീഹാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, സ്വഹാബിമാരൊക്കെ പ്രത്യേകം ഇത് പഠിച്ചിരുന്നു എന്നാണ്. ഈ ഒരു ദുആഇൻ്റെ, ഇതൊരു ദിക്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി, ആ ജോലി നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിനേക്കാൾ ഹൈറായ ഒരു ജോലി നമുക്ക് കിട്ടാൻ, നമുക്കൊരു വാഹനം ഇഷ്ടപ്പെട്ടിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അതിനേക്കാൾ ഹൈറായ ഒരു വാഹനം കിട്ടാൻ, നമുക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ പുണ്യമുള്ളത് കിട്ടാൻ പറ്റിയ ഒരു ദുആയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാ നിസ്കാരത്തിന് ശേഷം 11 വീതം ഓതിയാൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ, اللهم أجرني في مصيبتي وأخلف لي خيرا منها اللهم أجرني في مصيبتي وأخلف لي خيرا منها اللهم أجرني في مصيبتي وأخلف لي خيرا منها اللهم أجرني في مصيبتي
مصيبتي وأخلف لي خيرا منها اللهم أجرني في 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 مصيبتي وأخلف لي خيرا منها പരിശുദ്ധമായ മുഹറം മാസത്തിലെ ഒരുപാട് ദിക്റും സ്വലാത്തും ഒക്കെ പറയൽ പ്രത്യേകം പുണ്യമാണ്. ഇന്നാലിന്ന ദിക്റ് മുഹറത്തിൽ പറയണം അങ്ങനെയൊന്നുമില്ല. ഏത് ദിക്റും മുഹറത്തിൽ പറയാം, ഏത് സ്വലാത്തും മുഹറത്തിൽ പറയാം, ഏത് മാസത്തിൽ പറയുന്ന പുണ്യമായ അമലും നമുക്ക് മുഹറത്തിൽ കൊണ്ടുവരാം. അപ്പോൾ മുഹറം മാസത്തിൽ എന്നല്ല, എല്ലാ സമയത്തും, പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ, കാരണം പുതിയൊരു വർഷമാണ്, നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട്, മാത്രമല്ല മുഹറം 10-ന്റെ അന്ന് 10 പ്രവാചകന്മാർക്ക് അള്ളാഹു 10 നന്മകൾ കൊടുത്ത ഒരു വലിയ ഒരു ചരിത്ര സംഭവമാണ് മുഹറം 10 ആഷുറാന്റെ ദിവസം. അന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു താല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അല്ലെ, ആ സംഭവം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ മഹാനവറുകൾ രക്ഷപ്പെടാൻ കാരണമായ ഒരു ദിക്റുണ്ട്. ആ ദിക്റ് ഇൻഷാ അല്ലാഹ് അതൊരു ദിക്റാണ്, തസ്ബീഹാണ്, ഖുർആൻ ആയത്താണ്. അതുപോലെ തന്നെ എപ്പോഴും നമുക്കൊരു കാവലാണ്, നമുക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടാൻ ആ ഒരു ദിക്ർ മതിയാകുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഒന്നിച്ചു പറയാം. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله
إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു ദിക്ർ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മും കൂടി ചേർത്ത് നമ്മൾ പറയുകയാണ്. അപ്പോൾ നല്ല ബലമായിരിക്കും ആ ഒരു വാക്കിന്. പക്ഷെ അതൊന്ന് പറഞ്ഞാലോ, വലിയ ഗുണമാണ് ഇത് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹഖുൽ മുബീൻ 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 ലാ إله إلا الله الحق المبين لا 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 إله إلا الله الحق المبين لا
ഇലാഹ ഇല്ലല്ലാഹുൽ ഹഖുൽ മുബീൻ ലാ 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 ഇലാഹ ഇല്ലല്ലാഹുൽ ഹഖുൽ മുബീൻ. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിലെ ഏറ്റവും വലിയ കാവലിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ അള്ളാഹു താല രോഗങ്ങൾ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷ, അപകടങ്ങളെ തൊട്ടുള്ള കാവൽ, അതുപോലെ ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു, ആ കടങ്ങളൊക്കെ മാറാൻ, മക്കൾ നന്നാകുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം, അങ്ങനെ ഒരുപാട് പേര് സങ്കടം പറയുന്നവരുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ നമുക്ക് എപ്പോഴും നിസ്കാരത്തിന് ശേഷം പറയാൻ പറ്റിയ ഇതൊരു ദുആയാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ഖുർആൻ ആയത്താണ്. നമുക്ക് പറഞ്ഞാലോ? പറഞ്ഞോ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ രാത്രിയിലും പകലിലൊക്കെ ആയത്തുൽ കുർസി ഓതണമെന്നാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചു വട്ടം ആയത്തുൽ കുർസി ഓതി അതിൻ്റെ പുണ്യം നമുക്ക് നേടാം. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും, ചില ഉമ്മമാർ അവർ നിസ്കാരമില്ലാത്തവരായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ കൂടെ ഇതൊരു ദിക്റാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. പിന്നെ ഈ ആയത്തുൽ കുർസി ഓതുമ്പോൾ ഇവിടെ ഒരു നിബന്ധന പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതണമെന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ചു വട്ടം ആയത്തുൽ കുർസി ഓതാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മൾ ഇത്രയും നേരം ചൊല്ലിയ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും അതുപോലെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളും എല്ലാം അല്ലാഹു തആല അതിൻ്റെ പോരായ്മ അല്ലേ, നമ്മളതൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകും. എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്. അല്ലാഹു എല്ലാം പുറത്തു നിന്ന് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ഒരുപാട് പേര് ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാ മജ്‌ലിസിലും ദുആയുണ്ട്. നിങ്ങളൊക്കെ നമുക്ക് വേണ്ടി ദുആരക്കുക, നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ദ്വാരക്കുക. എല്ലാ സമയവും കൃത്യമായി നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ എത്തിച്ചു തരുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. ഇപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസിൽ ദ്വാരക്കാൻ പോവുകയാണ്. നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ വലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. أرحم الراحمين يا الله. രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഇരുലോക വിജയത്തിന് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളാക്കി നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്, ഉസ്താദുമാര്, അതുപോലെ ബന്ധുമിത്രാദികൾ, ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കുടുംബക്കാർ ആരെല്ലാം മരണപ്പെട്ടു പോയോ അല്ലാഹുവേ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യങ്ങളുടെയും ഒരു വലിയ മിസ്ല സവാബ് നീ
നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ. ഞങ്ങളുടെ മരണം നീ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള നന്മയും കിട്ടുന്ന മരണമാക്കി മാറ്റണേ റഹ്മാനെ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റ് എഴുതുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ പാവപ്പെട്ടവരാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്ക് അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എന്തെല്ലാം ഹലാലായ മുറാദുകളുണ്ടോ എല്ലാം നീ ഹാസിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സലാമത്താക്കണേ അല്ലാ. അപകടങ്ങൾ കാത്തിരിക്കുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാക്കണേ അല്ലാ. മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലേ അല്ലാ. മോശത്തരത്തിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നവരാണ്, അവരുടെ പഠനത്തിൽ നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. നല്ല റിസൾട്ട്, നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് എല്ലാം നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നവരാണ്, കച്ചവടത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട്, കൃഷിയിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ നീ വളർമ്മ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഈ വിനീതൻ ഉൾപ്പെടെ. ഞങ്ങളുടെയൊക്കെ വീടിന്റെ പണി നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാ. കടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന നിരവധി സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഖൈറായ ഇണകളെ നീ വേഗത്തിൽ അവർക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ദ്വാരക്കുമ്പോൾ ഞങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് റബ്ബേ. അവരുടെയൊക്കെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളുടെ ആന്തരിക ബാഹ്യമായ അവയവങ്ങളിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്, അണുക്കളുണ്ടെന്ന് നിനക്കറിയാം. എല്ലാം ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. എല്ലാ പ്രവാസികൾക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ജോലിയിൽ നീ എല്ലാവിധ ബറക്കത്തും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ മുഹറം മാസം, ഈ മുഹറം മാസത്തിൽ എന്തെല്ലാം നന്മകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. കഴിഞ്ഞുപോയ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തതാണ്, അതും നീ കബൂലാക്കണയല്ല. ഈ വർഷം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല. അല്ലാഹു, ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് വിജയം കൊടുത്ത മാസമാണല്ലോ ഈ മുഹറം മാസം. ഞങ്ങൾക്കും നീ വിജയം തരണേ അല്ലാ. അല്ലാഹു, ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും നല്ലതുപോലെ പങ്കെടുക്കുക. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹറിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.